ദുബായ് കാ ജഗപൊക. നാടകരചന സംവിധാനം ഖാൻ കാവിൽ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ പുഷ്പ, സൂസൻ ജോൺസ്, മുരളി മനോഹർ പ്രസാദ്, എം സൈതലവി, അബ്ദുള്ള നന്മണ്ട, ഖാൻ കാവിൽ. ദുബായ് കാ ജഗപൊക. സ്വർണം വിളയുന്ന നാട്ടിൽ എത്താനാശയം വലുവെച്ച്, സ്വർണം വിളയുന്ന നാട്ടിൽ എത്താനാശയം വലുവെച്ച്, ഇടപ്പാടം നിങ്ങൾ എന്തിനാണ് മനുഷ്യ ഇങ്ങനെ ഈ അട്ടം പൊട്ടിച്ച് ഉയാരം കൂട്ടുന്നത്? വിളി കേട്ടതൊക്കെ ഞാനല്ലായിനോ? നിങ്ങക്ക് ചേട് കേൾക്കില്ലെന്ന് വെച്ചിട്ട് ഒലക്കാന്ന്. നിങ്ങൾ ആദ്യവും ഈ ഒച്ചയും വിളിയൊക്കെ അങ്ങാട്ട് നിർത്തി, എന്നാലേ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂളൂ. അതൊക്കെ അങ്ങോട്ട് ഓപ്പായിക്കളെ. ആഹാ, ഓപ്പാക്ക് നിക്കുമത്തേ എനിക്കറിയോന്ന്. ഈ ഇസ്കാനത്തൊക്കെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ. അതിനത്ര വലിയ പണിയൊന്നുമില്ല. ആ ടൈപ്പ് റിക്കാർഡിന്റെ വലത്തെ സൈഡിലെ വലിയ ചക്രം താഴോട്ടങ്ങ് തിരിച്ചുള്ളൂ. ഇനി ചക്രം തെറ്റിയാ തിരിച്ചത്. ഇപ്പൊ തിരിച്ച ഒച്ച കൂടുന്ന ചക്ര താഴത്തെ ആ ചെറിയ കിൽപ്പിത്തിരില്ലേ, ഒരു വലിയ മഴ പെയ്തോർന്ന മാതിരിയുണ്ട്. ആ, അതിനിടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാന്ന് 3 പെട്ടി ഒന്നായിട്ട് ഇതാക്കി വെക്കുന്നത്? ഒരു ടൈപ്പ് റിക്കാർഡൊക്കെ ഇക്കാലത്ത് ഏത് പുരയിലുണ്ടാവും പാത്തുമ്മ. അപ്പൊ ഒരു ദുബായ്ക്കാരന്റെ പുര ആകുമ്പോ ചുരുങ്ങിയത് ഒരു 3 എണ്ണെങ്കിലും ഇല്ലാഞ്ഞാൽ അതൊരു അപമാനല്ലേ? എന്തെങ്കിലും അങ്ങാട്ടാക്കൂടി. ആ, അത് പോട്ടെ, നിങ്ങൾ എന്തിനാ വിളിച്ചത്? ഇന്നലെ ദുബായിൽ നിന്ന് ഓൻ എത്ര പെട്ടിയാ കൊണ്ടുവന്നത്? 8. അതിലെത്ര തുറന്ന്? 4. അതിലെ സാമാനം കൊണ്ട് തന്നെ അകൊക്കെ നിറഞ്ഞില്ലേ? നിറഞ്ഞ്. അപ്പം ബാക്കിയുള്ള 4 പെട്ടിയും കൂടി തുറന്നാലുള്ള സാധനം ഇവിടെ അട്ടിക്കിടും. അതാ അപ്പം ഞമ്മളും ആലോചിക്കുന്ന. നമുക്കൊരു കാര്യം ചെയ്താലോ? ആ പാണ്ഡ്യാലക്കാരെ കുതാമൊഴിഞ്ഞ് കിടക്കാൻ തോന്നുന്നു. അതിങ്ങാട്ട് വിലക്ക് വാങ്ങിയാലോ? ആ, അതങ്ങനാക്കാം. നിക്കേ, നിങ്ങളിപ്പോ വിളിച്ചത് എന്തിനാന്ന് പറയും? അത് പറയാ. ആട്ടെ, ഓൻ എന്താ അവിടെ ചെയ്യുന്നത്? ഇത്തിര നേരവും അകത്ത് കണ്ണാടിന്റെ മുമ്പിൽ കുത്തിരിഞ്ഞ് മേക്കോപ്പ് ഇട്ട് പുറത്തേക്ക് അങ്ങാട്ട് ഇറങ്ങി. മേക്കോപ്പോ? അതെന്ത് കുന്തിരിക്കാവാത്ത മേക്കോപ്പ്? അതോ, ദുബായിക്കാരനായ സ്ഥിതിക്ക് നമ്മളെ നാട്ടുകാര് നടക്കും പോലൊന്നും നടന്നാ പോരോല്ലോ. പിന്നെന്താ തലകുത്തി നടക്കണം? അതല്ലാന്ന്, നിങ്ങൾ ഈ അറബികളെ കണ്ടിട്ടില്ലേ? ഓനു അറബികളെ മാതിരി നീളക്കുപ്പായോട്ട് തലയിൽ അങ്കിയെല്ലാം കെട്ടി നടക്കണോലോ. നല്ല കണ്ണ് അതൊരു ഫൗറാണ്. ആ, തമശ ഉണ്ടോന്ന്? വലിയ ഫൗർ തന്നെ. ആ, നിങ്ങൾ ഇനിയും വിളിച്ച കാര്യം പറഞ്ഞില്ല. പറയ പാത്തുമ്മ കേക്ക്. ഇന്ന് മോദിക്കല്ലേ ഓലി വരാന്ന് പറഞ്ഞത്? നിങ്ങൾ എന്തിനാന്ന് ഈ തലയും പാലും ഇല്ലാണ്ട് ഇങ്ങനെ വർത്താനം പറയുന്നത്? ആര് വരുന്ന കാര്യങ്ങൾ പറയുന്നത്? പെണ്ണാലോചനക്കാറ് ബുദ്ധൂസേ. ആ, ഓല് വരാന്ന് പറഞ്ഞിരുന്ന. അപ്പൊ ഓർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഒജീനവും കാര്യമൊക്കെ വേണ്ടേ? ആ ചെക്കനില്ല അപ്പുറം. എന്ത്? ആ, ഓനൊന്നും കാട്ട് വിളിക്ക്. ഓനൊന്ന് അങ്ങാടി പറഞ്ഞേച്ചല്ലേ. അതിനിപ്പോ എന്തിനാന്ന് അങ്ങാടി പോന്ന്? ഒരു 10-100 ആൾക്ക് ഉള്ള ഒജീന ഒരുക്കാനുള്ള സാധനമൊക്കെ ഇവിടെ ഉണ്ട്. നിനക്ക് ഒരു വിവരമില്ല ബുദ്ധൂസേ. ഈ സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്ന തീറ്റി സാധനം കൊടുത്താ മതിയോ നമ്മള്? ദുബായിക്കാരല്ലേ. ആ, നീ ചെക്കനെ വിളിക്ക്. ഓൻ എന്താ അവിടെ ചെയ്യുന്നത്? ഞമ്മള് മോയ്തൊന്നല്ലോ. ഞമ്മളില്ലേ 30 കൊണ്ടുതന്നെ ടെലിവിഷന്റെ മുമ്പിലേനി. എന്റെ താത്ത അതിലൊത്തി ഒരു മൊഞ്ചത്തി പെണ്ണ് പാടുന്നു, പിന്നെ ഒളി തുള്ളണ്, പിന്നെ കളിക്കണ്. അപ്പൊ ഒട്ടം വൈത്താല വന്നിട്ട് ഓളെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കണ് താത്ത. എന്നിട്ട് താടിയുമ്പിൽ ഇങ്ങനെ ഒയ്യണ്. പിന്നെ എന്റെ താത്ത മൊഞ്ചത്തിന്റെ താടിയുമ്പിൽ ഓണില്ല. എന്റെ താത്ത എനിക്കത് പറയാൻ ഓനെ ടെലിവിഷത്തില് സിനിമക്കളി കണ്ട ഹരാന്ന്. ഇനി പെണ്ണും കള്ളാസ് എടുത്ത് ഞാൻ പറയുന്ന ലീസാക്ക്. നമ്മൾക്ക് പെണ്ണും കള്ളാസൊക്കെ എടുത്ത് ഗക്ക പറഞ്ഞോളി നമ്മളെഴുതാം. ഏത്? 50 ദിർഹത്തിന് നൂഡിൽസ്. പറഞ്ഞത് എന്തെന്നാ? ദിർഹോ? അതെന്തെന്നാന്ന് സാധനം? എന്ന് വെച്ചാല് ദുബായിലെ പൈസ. ഈ നമ്മള് ഉറുപ്പിയുണ്ടല്ലോ, അതിന്റെ 10 ഇരട്ടി ഉണ്ടാവും സാധനം. അപ്പൊ താത്ത നമ്മളിപ്പോ എന്താ ഇത്? 50 ദിർഹത്തിന് നൂഡിൽസ്. പറഞ്ഞത് എനിക്ക് തിരിഞ്ഞില്ല. എനിക്കും തിരിഞ്ഞില്ല. നൂഡിൽസോ? ആ, നൂഡിൽസ് പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യോ മജീദ് വന്നപ്പോ ഇന്ന ഒരു വലിയ ഹോട്ടലിൽ കൊണ്ടുപോയിരുന്നു.
നക്ഷത്ര ഹോട്ടല്. നമ്മൾ ചായ കുടിക്കാൻ അങ്ങാട്ട് കുത്തിരിക്കുമ്പോ കാണാം കിരീടം വെച്ച ഒരു രാജാവ് ഇങ്ങാട്ട് വരുന്നു, കയ്യിലൊരു കാരടിങ്ങാട്ട് തരുന്നു. കാരഡില് മുന്തിയ തീറ്റ സാധനങ്ങളെ പേര് വിവരങ്ങളാ. ആ കാരഡ് കണ്ട പേരാണ് ഞാനിപ്പോ നൂഡിൽസ്. ബിരാനഞ്ഞേരിയിലെ ഇനി 25 ദീർഘത്തിന് ബുളുസൈ. അതും തിരിഞ്ഞില്ല എനിക്ക്. തിരിഞ്ഞില്ലല്ലേ? എന്ന് വെച്ചാല് അത് ഈ കോഴിമുട്ടനെ കൊണ്ടുള്ള ഒരു ഇക്കുമത്ത് പണിയാ. മുട്ട ശരിക്കും അങ്ങാട്ട് ബേകുകയും ചെയ്യരുത്, എന്നാ ബേകുകയും വേണം. ഒരായകോയമ്പെ എഴുതിയോ ബീരാനെ? എഴുതി, നമ്മൾ എഴുതി. അയലക്കൊതമ്പെ മോയന്റെ അത് ഞാൻ ഇവിടെ പറഞ്ഞതാ. ബുളുസൈ എന്ന് ഇത്. പിന്നെ ഫ്രൈഡ് റൈസ് 30 ദീർഘത്തിന്. പറയിട്. ഇപ്പൊ അത്രയൊക്കെ മതി. ഇങ്ങോട്ടടുത്ത്. അല്ല, ഇക്കോലത്തിലാ ബുദ്ധൂസ ഇനി ദുബായ് പുരന്ന് അങ്ങാടി പോന്നെ. ഇതിനിപ്പോ എന്താണ് മോശം? ഉമർ ഖത്താബിന്റെ കാലത്തുള്ള കയ്യിൽ കൊടുത്തോണ്ടാണല്ലോ ഫാത്തുമ്മ. മജീദിന്റെ പഴയ പുൾട്ടേഴ്സറല്ലേ, അതൊന്ന് അവനെടുത്തുകൂടെ. ഒരു കൈനീളം കുപ്പായം കൊടു. അതിനടാ വീരാണ്, ഈ കുപ്പായത്തിന്റെ അറ്റോ ഈ ഫാനിന്റെ ഉള്ളിലാക്കിയിട്ട് നല്ല ഫൗറ് പോണോട്ടോ. ലേശം അത്രയും പറ്റും. നിങ്ങൾ എന്തിനാണ് മനുഷ്യ ഓനെ കൊണ്ട് ഈ കോലം കെട്ടിക്കുന്നത്? ബുദ്ധൂസെ സാമാനം വാങ്ങാൻ വരുന്നത് ദുബായ്ക്കാരന്റെ പുരേന്നാന്ന് അങ്ങാടിക്കാർക്ക് മുഴുവൻ ഇവിടുന്ന് ഇറങ്ങിയാ മണത്തിട്ടറിയണം. വയ്ക്കും. നമ്മൾ പോട്ടെ, നമ്മൾ പോന്നു. ഒരു കാര്യം, ഇനി പോകുന്ന ബൈക്ക് ഈ തട്ടാസാമിക്കുട്ടിനോടൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതെന്തിനാന്ന്? ഇവിടെ എന്തോ പൊന്നിന്റെ പണിയുണ്ടാ? നമുക്ക് അത് ഒലക്കന്റെ ബപ്പും ചുറ്റും ഒന്ന് പൊന്ന് കെട്ടിച്ചേളിയാ. മാണോങ്കിൽ അമ്മിക്കുട്ടി വീരാനെ ചെല്ലു. എന്താണ് കാക്ക, നിങ്ങൾ മനുഷ്യൻ ഇങ്ങനെ സ്വയിപ്പാക്കുകയാണ്. പോകാനും സമ്മതിക്കൂല, പോകാതിരിക്കാനും സമ്മതിക്കൂല. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇനി എങ്ങനാടോ ഈ സാധനം എല്ലാം കൊണ്ടുവരാ? ഇപ്പൊ സാമാനിപ്പോ നമ്മളടുത്ത് സഞ്ചിന്തല്ലോ. അത് വേണ്ട, അതും വേണ്ട. ഒരു ടാക്സി വിളിച്ചു. അല്ലാന്ന് നിങ്ങക്ക് എന്തായി പോയിന്ന്? പെരാന്ത് മുറിയോ? ദുബായ് പെരാന്ത് മുറുകിയിട്ടില്ല, മുറുകും. ഈ ചേലുക്ക് തന്നെയാണ് മജീദ് അടുത്ത കൊല്ലവും ദുബായിന്ന് വരുന്നെങ്കിൽ മുറുകും, താമസമില്ല. പൊയ്ക്കോ മോയന്തേ. നമ്മൾ പോന്നു മോയിന്തൊന്നും വിളിക്കട്ടെ. അവത്തമ്മ അടി തുടങ്ങി. എടുത്തു നോക്ക്. എനിക്ക് ഉണ്ടോന്ന് അതില് വർത്താനം പറഞ്ഞിട്ട് സീലോ ഇന്നലെ പിറ്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. എന്നാലും ഇനി നോക്ക്. ഹലോ ഹലോ ഹലോ. പാത്തുമ്മ ഇനി ഫോണ് തിരിച്ചാ പിടിച്ചത്. അങ്ങനെ പിടിച്ചാൽ ഒച്ച വായിലേക്കാ വരിക, ചെവിയിലേക്കല്ല. അങ്ങനെ പിടിക്കണല്ലേന്ന്. ഹലോ ഹലോ. പാത്തുമ്മ, ഇത് പാത്തുമ്മയാ. ഹലോ ഹലോ. പാത്തുമ്മ ഇനി ഒഴിഞ്ഞോ? ഇനി ഞാനൊരു കൈ നോക്കട്ടെ. ഹലോ. ഞാനാ അഗോക്കറാജി. അഗോക്കറാജീന്ന് ചേട് കേക്കില്ല. നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് വർത്താനം പറയപ്പ, എന്നാലേ കേക്കൂ. ഞാൻ ഇംഗ്ലീഷ് അറിയൂ. ഫാദർ സൺ അജീദ് ദുബായ്. ഞാൻ പിന്നെ ആരാന്നോ? എന്റെ ബാപ്പ സജന. എന്താ പാപ്പ? നീ ഒന്ന് കൈകാര്യം ചെയ്യാൻ ഞാൻ സാധിക്കില്ല. ഹലോ ഹലോ. ഓ മൈ ഡാർലിംഗ്. ബാപ്പ, ഞാൻ അകത്ത് ചായ കൂട്ടി വെച്ചിട്ടുണ്ട്, അത് പോയി കുടിച്ചോളൂ, തണുത്തു പോവും. അത് ശരിയാ പാത്തുമ്മ. നിമ്പ രക്ഷപ്പെട്ടു. ഹലോ. എന്തെങ്കിലും സലിമിന്റെ കണ്ണാണ്, കരളാണ്. മതിയോ? അതുപോരാ, എന്റെ എല്ലാമാണ് എന്ന് കൂടി പറയണം. എന്റെ എല്ലാമാണ്, പിന്നെന്ത് പറയണം? ഒരു പൂവിതാ എന്ന്. പൂവിന്റെ നിറം? ഹൃദയത്തിന്റെ. നിന്റെ ഹൃദയത്തിന്റെ. പൂവിന്റെ പേര്? നിന്റെ സ്നേഹത്തിന്റെ. അല്ല, ബാപ്പ ഫോൺ എടുത്തപ്പോ എന്ത് പറഞ്ഞു? ഡാവിൽ ഹലോ ഹലോ എന്ന് പറഞ്ഞ് തടി ചത്തി തന്നെ. കള്ളൻ. അയ്യോ, ബാപ്പ വന്നു. വെക്കുന്നോട്ടോ, കുറച്ച് കഴിഞ്ഞ് വിളിച്ചോളൂ. ആരാനും മോളെ? ദുബായിൽ നിന്ന് മജീദ് ഖാനെ വിളിച്ചതാ. വിളിക്കും. അതാണ് ഓന്റെ ഒരു പവർ. അല്ലാന്ന് നിങ്ങൾ അത് നോക്കി, ആരോ ഒന്നാട്ട് വരുന്നുണ്ടല്ല. ആരാ? എനക്കെന്താ കണ്ണ് കാണില്ലേ? അതുമ്മളെ പുറകണ്ടി കുഞ്ഞമ്മതല്ലേ? മജീദിന് പെണ്ണാലോചനക്ക് വരിക. അവത്തമ്മ ഒരു കാര്യം ചെയ്യേ, അകത്തുള്ള ദുബായ് സാമാനൊക്കെ എടുത്ത് പുറത്തിട്. ലേഡിയും ടേപ്പ് റിക്കാർഡും ആ കൊടയും ഞെക്കും മണക്കണ കുപ്പിയും പോട്ട് എടുക്കണേ അസ്കാനത്തു. ആ മിന്നണ സാരിയും ലംഘുന്ന പുതപ്പും ഒക്കെ വേഗം. അച്ചങ്ങായിത പടി കയറി
പിന്നെ ഒരു കാര്യം ചെയ്യ്, ആ പോറിയും കൂടെ നിലത്ത് വെക്കണ്ട. 4 എണ്ണം അങ്ങാട്ട് നീർത്തി വെച്ചേടാ. അടച്ചോനെ, ഈ മനുഷ്യന്റെ തലേന്റെ പിരി ഇളകിന്നാ തോന്നുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജഗപൊക കൂട്ടുന്നത്? പാത്തമ്മ, നിനക്ക് വിവരമില്ല. സിറിതനായിട്ട് 50,000 ഓം തരാന്ന് വിചാരിച്ചാല് ഇജ്ജകവോ കണ്ടാല് ലക്ഷാവും കയ്യില്. നീ വേഗം ഞാൻ പറഞ്ഞു. താങ്കളും കൂടി ഇങ്ങോട്ട് ബരി സഹായിക്കാൻ. നോക്കുന്ന ഇത് നമ്മക്ക് ഒറ്റക്ക് പൊന്തൂല. ഒന്നും ഇങ്ങോട്ട് ബരി. എന്ത് ഈ തണുപ്പിക്കണ പെട്ടി, ഫ്രിഡേജ് അത് എടുക്കണ്ട. അങ്ങനെ കണ്ട വലിയ വലിയ ചില സാധനങ്ങള് അകത്തുണ്ട് എന്ന് മൂപ്പരായിട്ടുള്ള വർത്താനത്തിൽ നമുക്ക് വരുത്താം. പാടുന്ന പെട്ടിയൊക്കെ നിക്ക്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇജിലിസ് എനിക്ക് തിരിഞ്ഞില്ല ആചാര്യ. എന്ന് വെച്ചാൽ കുത്തിരിക്കുന്ന ദുബായ് ഭാഷ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതെന്താ ആചാര്യ ഈ പെട്ടി 2 എണ്ണം ഇങ്ങനെ പാടിക്കണത്? 2 അല്ല, ഒന്നുകൂടി ഉണ്ട്. പാത്തുമ്മ, മറ്റേ ഞെക്ക്, ആ ഞെക്ക്. എന്റെ പൊന്നെ ഹബീബേ, ഇതെന്താ ഒരു ലക്ഷ്യം വെടിയാ? ഒന്ന് നിർത്തി. നിങ്ങൾ പറയണത് ഞാനും കേൾക്കുന്നില്ല, ഞാൻ പറയണത് നിങ്ങളും കേൾക്കുന്നില്ല. പാത്തുമ്മ, എല്ലാം അങ്ങാട്ട് ഓപ്പായിക്കടാ. കുഴപ്പമില്ല. ആട്ടെ, ഞാൻ വരുമ്പോഴേ നിങ്ങളും വീടിനും കൂടി എന്തേലും ഒരു വലിയ വർത്താനം. അത് ഞാള് 2 ആനനെ വാങ്ങുന്ന കാര്യം പറഞ്ഞതാ. ആനനെ വാങ്ങേ? അല്ല ആചാര്യ, എന്തിനാ ഇപ്പൊ ആന? ആന എന്തിനാന്ന് ചോദിച്ചാല് വെറുതെ ഈ മിറ്റത്ത് തളച്ചിടുക തന്നെ. എന്നാ പിന്നെ നിങ്ങൾക്കൊരു ലോറിയോ മറ്റോ ഇങ്ങോട്ട് വാങ്ങരുതോ? ലോറിയൊക്കെ ആരിക്കും വാങ്ങാം. മാത്രല്ല, ഇക്കാര്യത്തില് എനിക്കൊരു പ്രത്യേക ഭാഷയുണ്ട്. നമ്മളെ ബാപ്പാന്റെ ബാപ്പക്ക് കൊയിലോ താനക്ക് ചോറ് കൊടുക്കലാനോ ഒരു പണി. അന്ന് മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും ഞമ്മക്ക് സ്വന്തമായിട്ട് ഒരാന ഉണ്ടെങ്കിലാനോന്ന്. ഇപ്പൊ മോൻ ദുബായി പോയ സ്ഥിതിക്ക് വലിയപ്പാന്റെ ആ പഴയ മുറാദ് അങ്ങാട്ട് പാസിലായിക്കോട്ടെ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും ഈ ലോറി ആവുമ്പോ വേറൊരു ഗുണമുണ്ട്. എന്താ? അതിന്റെ മേലെ അങ്ങനെ അബോക്രാജി ആൻഡ് സൺസ് ട്രാൻസ്പോർട്ട് എന്ന് എഴുതിയിട്ട് ഈ ഭൂമി ദുര്യാവിൽ അങ്ങനെ കറങ്ങുമ്പോ നിങ്ങളെ പേരൊക്കെ എങ്ങനെ കവ കൊള്ളിക്കൂലത്? അതിനെന്താ കുഞ്ഞമ്മതേ, ആനന്റെ കറുത്ത തലമ്മല് വെളുത്ത പെയിന്റ് കൊണ്ട് ചെയ്താലോ? അബൂബക്കറാജി ആൻഡ് സൺസ് ഗാന സർവീസ് കോഴിക്കോട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഭർത്താത്തിനടുക്ക് അത് മറന്നു. ചായ കുടിച്ചില്ലല്ലോ. പാത്തുമ്മ, ചായ. വെള്ളം വെച്ചേക്കേ. ആ ചായ വേണ്ട, മറ്റേ ചായ മതി, കുളിയ ചായ. അതെന്ത് ചായയാണ് ചെറിയ കുളിയ ചായ? അത് മജീദ് ദുബായിന്ന് കൊണ്ടുവന്ന. എങ്ങനെയാ എന്റെ പണിത്തരം? അതോ, അത് നമ്മള് വെറുതെ ഇങ്ങനെ വെള്ളം ചൂടാക്കിയാ മതി. പാലും വേണ്ട, പഞ്ചാരയും വേണ്ട, ചായപ്പൊടിയും വേണ്ട. ചൂട് വെള്ളത്തിൽ കുളിയ അങ്ങാട്ടിട്ടാല് ചായയായി. എന്തോ ഒരു പേരുണ്ടായതിനുള്ള റബ്ബേ, എന്തായത്? ഇനിസെന്റ് ഡി. ഇതാ കുളികയും വെള്ളവും കൂട്ടിക്കൊളി. കുഞ്ഞമ്മതെ നോക്ക്, ഇതാ കണ്ടില്ലേ? ഇതാണ് ചൂട് വെള്ളത്തിൽ ഇതാ ഇങ്ങനെ അങ്ങാട്ട് ഇടുമ്പോ നൊരച്ച് പൊന്തി ചായ ഇല്ലേ? നേരം കണ്ടിട്ടേ ഒരു പൊടി കുറച്ച് കൂടിയോന്ന് സംശയം. കുഴപ്പമില്ല. കുടിക്ക്. കുളിയ മാറി എന്നാ തോന്നുന്നത്. പാത്തമ്മ, നീ എവിടുന്നാ കുളി എടുത്തത്? ആ ചെരുപ്പ് വെക്കുന്ന പെട്ടീന്റെ മോളത്തെ ചെറിയ ആൾക്ക്. സാരല്ല. പടച്ചോനെ, അത് സൂസ് പോളീസ് അടിക്കാൻ കലക്കുന്ന കുളിയാണ് ബുദ്ധൂസേ. കുഴപ്പമില്ല. എന്നാലും ഞമ്മക്ക് തന്ന് ഇനി ഇങ്ങനെ നിങ്ങൾ ആരും ഈ കുളിയച്ചായ കൊടുക്കല്ലേ. ഉമ്മ തന്ന മുലപ്പാൽ അങ്ങനെയപ്പോ ഛർദിച്ചു. സബൂറാത്തു കുഞ്ഞമ്മടെ. പിന്നെ വന്ന കാര്യം പറഞ്ഞില്ലാലോ? അത് പറയാ. അല്ല, ഒരു വർത്താനം കേട്ടല്ലോ. എന്താ അത്? ഈ നിരത്ത് പക്കത്ത് ആ പുതിയ പെരയും പറയുമ്പോ നിങ്ങള് വിലക്കെടുക്കണെന്ന്. ഞാനിപ്പോ അതല്ല ആലോചിക്കുന്നത്. കോഴിക്കോട് ടൗണ് ഒന്നായിട്ടങ്ങാട്ട് വിലക്കെടുത്താലോന്നാ. അല്ല, അതിപ്പം വിൽക്കുന്നോന്ന് ചോദിക്കേണ്ടത് ആരോടാ? അല്ല, എനിക്ക് ഇപ്പോഴും ഛർദിക്കല് വരണേ. അത് നമ്മൾ കളക്ടറായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് ചോദിക്കാം. ഒന്ന് ചോദിച്ചു നോക്കണം കേട്ടോ. വില എന്താ വേണ്ടിയെന്ന് വെച്ചാ നമുക്ക് കൊടുക്കാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ മോറ്റിന് കൊണ്ടുവന്ന പാള വെയ്യ് പിടിക്കണ്ടല്ലോ. പിടിക്കണ്ട. അതിന്റെ ആവശ്യമില്ല. എന്താ കുഞ്ഞമ്മക്ക് തുറന്ന് പറഞ്ഞു? ഞമ്മടെ മോളെ കാര്യ. ആയിക്കോട്ടെ. അതിനാപ്പൊ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളോട് പള്ളിയിൽ പറഞ്ഞ കാര്യം. ഓള് ഗുരുവായിട്ട് 3 കൊല്ലം കഴിഞ്ഞു.
നിങ്ങളെ മോനുണ്ടല്ലോ മജീദ്, മജീദിനൊന്ന് ആലോചിച്ചാലോ എന്നാ എന്റെ ഒരു പറഞ്ഞത് വട്ടാണ്. ആലോചിക്കാം. എനിക്കിപ്പോ എന്നോട് നേരെ പറയാലോ, നമുക്ക് അങ്ങനെ ചെയ്യാം. പക്കെങ്കിൽ ഒരു കാര്യമുണ്ട്. മജീദിനിപ്പോ ദുബായ്ക്കാരനെന്ന നിലക്ക് 75,000 സ്ത്രീധനം കൊടുക്കാൻ ആള് റെഡിമണി ആയിട്ടുണ്ട്. പാത്തുമ്മ എന്താ അകത്തുനിന്ന് ഒരൊച്ച? ടെലിവിഷൻ ഓഫാക്കിയിട്ടില്ലേ? സിനിമ കളി കാണുന്ന പെട്ടിന്റെ അകത്ത്. അപ്പൊ എന്താ പറഞ്ഞത്? 75,000 തരാൻ ആളുണ്ട്. ഉണ്ട് 75,000 തരാൻ ആളുണ്ട്. അപ്പോ നമ്മള് പഴയ ചങ്ങായിമാരാണല്ലോ. അതെ. അപ്പൊ ഇനി 50,000 100 തെങ്ങും തന്നാ മതി. പാത്തമ്മ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങാട്ടെടുത്ത തണുപ്പിക്കുന്ന പെട്ടിന്ന് അകത്ത് ഈ മറ്റേ ഉണ്ട് ഫ്രിഡ്ജ്. ഈ ഭക്ഷണ സാധനം വെടക്കാണ്ട് എത്ര കാലം അതിൽ വെക്കാം. ഏതില്? ഈ ഫ്രിഡ്ജില്. വലിയ വില 3000 ദീർഘ. അപ്പൊ കുഞ്ഞമ്മ എന്ത് പറയുന്നു? ഞാൻ ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊന്ന് കൈയിട്ട് എന്നിട്ട് ഏതോ വയറമ്മലോ കമ്പിമ്മലോ വിരലൊന്ന് മുട്ടിന്ന്. അപ്പൊ വല്ല റബ്ബേ അടിച്ചൂട്ടത് കറണ്ട് മേലാകെ തെരക്കുന്ന. സാരമില്ല. ഞാൻ അതിന്റെ അകത്ത് എനിക്ക് കൈയിടണ്ട. മജീദ് വരട്ടെ. നമുക്ക് അതിന്റെ സ്ഥാനത്തൊന്നും തിരിയേല. എനിക്കിപ്പോ വെറും വെള്ളം മതി. കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ലല്ലോ. ഹയർ. അപ്പോ നമ്മള് പറഞ്ഞു നിർത്തിയത് 50,000 ഉറുപ്പിയും 100 തെങ്ങും സ്ത്രീധനവും വേണമെന്ന്. അത് തന്നെ. നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിപ്പോ മടുത്തൊന്നായിട്ട് പറയാനില്ല. അങ്ങനെയൊക്കെ ആകാം. എന്താ അങ്ങനെ ഉറപ്പിക്കാൻ ഇൻഷാല്ലാ. കുറച്ചോ? എന്നാ ഞാൻ ചെയ്യട്ടെ. നിക്ക്. അല്ല, നമുക്കൊരു ഫോട്ടോ എടുത്താലെന്താ? ഫോട്ടോ? നല്ലൊരു കാര്യമൊക്കെ ഉറപ്പിച്ചതല്ലേ. ആയിക്കോട്ടെ. കുഴപ്പമില്ല. പത്തുമ്മ ഫോട്ടോ എടുക്കണ പെട്ടി ഇങ്ങാട്ട് എടുക്കുന്നു. അതാ ആ മേശപ്പുറത്തുണ്ട്. ഇതാണ്. അല്ല സാധനം ഇത് തന്നെ ആണല്ല? ഇത് തന്നെ ആയിരിക്കും. ഇത്ര ചെറിയ ക്യാമറ ഉണ്ടോ? ഇത് കാണുമ്പോലല്ല കുഞ്ഞമ്മതേ. ഇതില് പല ഇക്കുമത്തുകളും ഉണ്ട്. ഒരു ഇത് ഞെക്കിയാൽ തീ കത്തും. സിഗരറ്റ് ലൈറ്റ് ഒക്കെ കത്തിക്കും. മറ്റേത് ഞെക്കിയാ ഫോട്ടോ എടുക്കാം. വേറൊന്ന് ഞെക്കിയാ പാട്ട് കേൾക്കാം. അപ്പോ ഒരു കാര്യം ചെയ്യും. പത്തുമ്മ ഇനി ഞെക്കുമ്പം തെറിക്കണ അത്രല്ലേ, അത് ലേശം മൂപ്പരെ മേലെ അടിച്ചു കൊടുക്കും. അതെന്തിനാന്ന്? ഫോട്ടോ മണക്കാനാ? നിങ്ങക്ക് എന്തായി പോയി? മണക്കാനല്ല ബുദ്ധൂസേ. നല്ലൊരു കാര്യം ചെയ്യുമ്പോ അത് ഒരു അതബിൽ അങ്ങോട്ട് ചെയ്യാ, അത്ര തന്നെ ഉള്ളൂ. സാധനം എടുക്ക് കുഞ്ഞമ്മതെ. എന്നാലും നമുക്ക് എടുത്തു കളിയാ. നല്ല പവർ കുത്തിരിഞ്ഞു. ഇങ്ങനെ മതിയോ? തല ചെലമ്പൂടി പൊന്തിച്ചോ. ഇപ്പോഴോ? അങ്ങനെ കുന്തമ്മണിഞ്ഞ മാതിരിയല്ല കുഞ്ഞമ്മതെ. ഇതാ ഇസ്പറേ. ഏർക്ക് അങ്ങോട്ട് അടിച്ചു കൊടുക്ക്. പുകയാണത്. നീറ്റെന്ന് എരിച്ചിട്ട് വയ്യാ. നിങ്ങളത് നിർത്തി. എന്ത് പണ്ടാരാണോ മനുഷ്യന്റെ പേര് അടിച്ചത്? പത്തുമ്മ കുളിയന്റെ മാതിരി കുപ്പി മാറിയെന്നാ തോന്നുന്നു. നെല്ലിലടിക്കണ കീടനാശിനിയോ മറ്റോ ആണോന്ന്? നിങ്ങൾ കുറച്ച് തേനങ്ങാണ്ട് പെട്ടി തരി. ആ പുകച്ചാണ്ട് നിക്കട്ടെ. നമുക്ക് മോളെ വിളിച്ച് ചോദിക്ക. സജന, എന്താ ബാബാ? ഇതിന്റെ മോളിൽ എന്തോ എഴുത്തും കാര്യമൊക്കെ ഉണ്ടല്ലോ. ഇത് എന്താ മോളെ ഈ സാധനം? എന്തിനുള്ളതാ? ഇത് ക്ലീനിങ് സ്പ്രേ. എന്ന് വെച്ചാല് ഈ ചില്ലിലും മറ്റുമുള്ള അഴുക്ക് കളയാനുള്ളതാ. അതാണോ? കുഴപ്പമില്ല. മോള് പോയിക്കോ. ഓളെപ്പോഴും ഈ ടെലിവിഷത്തിന്റെ മുമ്പിലാ. കുഞ്ഞമ്മന്റെ ചൂടാന്തരിയൊക്കെ മാറിയില്ലിപ്പോ? കുറേശ്ശെ മാറി. നമ്മളെടുക്ക. കുത്തിരിഞ്ഞ ഇതാ എടുക്കാൻ പോന്നേ. അല്ല, ഇത് ഇത് ഞെക്കുന്നതിന്റെ മുമ്പ് എന്തോ ഒന്ന് പറയാനുണ്ടായനല്ലോ. മജീദ് ഇന്നലെ ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞത് എന്തായാലും എന്തോ പറയാണ്ട മറന്നല്ലോ. അത് ഞമ്മക്ക് ഓർമ്മയുണ്ട്. 1 2 3. അത് തന്നെ. എന്നാ കുഞ്ഞമ്മ റെഡിയാണേ. 1 2 3. വെള്ളം ഒഴിച്ചോട്. തന്നെ ഒഴിച്ചോട്. പാത്തമ്മ അത് അടിക്കി വെള്ളം ഒഴിച്ചോട്. കുഴപ്പമില്ല, കുറച്ചേ കത്തിയുള്ളൂ. കുഴപ്പമുണ്ട്. ഇന്നോട് ഈ ഞെക്കുന്നത് മാറിപ്പോയി. പോട്ടത്തിന്റെ പകരോ ഈ സെഗർലൈറ്റർ കത്തുന്ന കുന്തിരാണ്ടാ ഞെക്കിപ്പോയത്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മള് ഇനി ഇതൊന്നും എടുത്ത് പെരുമാറി ഒരാൾക്ക് ഉണ്ടാക്കണ്ട. മജീദ് വരുന്നിട്ടാക്ക എല്ലാ സംഗതി. കുരിപ്പ് പിന്നെയും തുടങ്ങി അടിക്കാൻ. ഹലോ. ഞാൻ തന്നെ ഔക്കറാജിന്ന് ദുബായിന്ന്. അതെ, ദുബായ് ഗവൺമെന്റ് ഓനെ വിളിക്കുന്നതായിരിക്കും നേരിട്ട്. സജന
എന്താ പാപ്പ? എനിക്കിത് ശരിക്കും അങ്ങോട്ട് തിരിയുന്നില്ല. ഇത് ഇംഗ്ലീഷ്, ഫോണിൽ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്. അത് ഇനി ഒന്ന് കൈകാര്യം ചെയ്തു നോക്ക്. ഹലോ തന്തപ്പടി പോയോ? ഡാഡി, താടി കത്തിയ കാര്യമൊന്നും പറയണ്ട. അതല്ല ബാപ്പ അടുത്തുണ്ടെന്ന് പറയായിരുന്നോ? അപ്പൊ എന്താ ചെയ്യേ? സംസാരിച്ചോളൂ. ഐ വിൽ മാനേജ്. മാനേജറോ? ആ ബാപ്പ, ദുബായിൽ നിന്ന് മാനേജർ വിളിക്കാണ്. ആണോ? എന്താ വണ്ടിയെന്ന് ചോദിക്കും. എന്താ വേണ്ടത്? കരളല്ലേ? പിന്നെ എന്ത് കരളോ? ആ കരള്, ലിവർ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് അയക്കണോന്ന്. അതെന്താ ഇപ്പൊ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് അയക്കണ്ട? മോള് പറ അങ്ങോട്ട് അയച്ചു കൊടുക്കാന്ന്. മജീദ് കാക്കാനെ തെരഞ്ഞിട്ടാണ് പോലീസ് വന്നിക്കുന്നത്. എന്തോ NOC തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു കാക്കാൻ. പടച്ചോനെ ചതിച്ചോ? പാത്തുമ്മ പോലീസ് നോക്കിന്ന് എണീക്കിന്ന് നേരം വെളുത്ത്. നിങ്ങളോട് ഇത് എന്തോ ഉറക്കാന്ന്? പോലീസ് പാത്തുമ്മ, പോലീസ്. നിങ്ങൾ എന്താന്ന് ഉറക്കത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും കെനാ കണ്ട? അപ്പം ദുബായ്, മജീദ്, ഇതൊക്കെ കനാബ്. കനാബ് തന്നെ. മാർക്കറ്റില് ലോറിയും മീനും വന്ന് നിങ്ങള് കൊട്ടയും സൈക്കിൾ എടുത്ത് ചെല്ലണമെങ്കിൽ ചെല്ലി. ഹലോ പാത്തുമ്മ, ഒരു കണക്കിന് അത് കെനാവായത് നന്നായി. നമ്മളെ മോനെ പോലീസ് പിടിച്ചില്ലാറ്. ദുബായ് കാ ജഗബുക കഴിഞ്ഞു. രചന സംവിധാനം ഖാൻ കാവിൽ. പങ്കെടുത്തവർ പുഷ്പ, സൂസൻ ജോൺസ്, മുരളി മനോഹർ പ്രസാദ്, N. സൈതലവി, അബ്ദുള്ള നന്മണ്ട, ഖാൻ കാവിൽ എന്നിവർ.